കോഴിക്കോട് നെല്ലിക്കോട് ഇവിടെയാണ് അപകടമുണ്ടായത്. ആ കാണുന്ന മണ്ണാണ് വലിയ തോതിൽ ഇടിഞ്ഞത്. ഈ കാണുന്നതാണ് റോഡ്. ഒരു ചെറിയ കാറ് ഈ റോഡിൽ കൂടി പോകുന്നതാണ്. നമുക്കിപ്പുറത്ത് കാണാം, തൊട്ടിപ്പുറത്ത് ഈ ഷീറ്റ് ഇതുൾപ്പെടെയുള്ളവ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതടക്കമാണ് അങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇടിഞ്ഞു പോയത്. ആ ഒരു ഗർത്തം ഒരുപക്ഷെ നമുക്ക് ഒരല്പം സ്റ്റെപ്പ് നീങ്ങിയാൽ ആ ഒരു ഗർത്തത്തിൻ്റെ ആഴം മനസ്സിലാകും. കാരണം അത്രയേറെ വലിയ താഴത്തേക്കുള്ള അടിയാണ്. നമ്മൾ താഴെ നിന്ന് നോക്കുന്ന ആ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്രയേറെ താഴ്ചയിലാണ് ഈ വലിയ കല്ലും മണ്ണുകളും ആ കമ്പിയും ഷീറ്റും അടക്കം ഇടിഞ്ഞു വീണത്. ആ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം, ഇതാണ് നമ്മൾ ആ മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ വീട്. ഈ വീട്ടുകാരുടെ ഉൾപ്പെടെ ഉള്ള ഒരു വഴിയായിരുന്നു അത് അടഞ്ഞത്. തൊട്ടപ്പുറത്തേക്കുള്ള വീടുകളിലേക്ക് ഒട്ടും തന്നെ യാത്ര ചെയ്യാൻ പറ്റാത്ത ആ സ്ഥിതിവിശേഷമാണുള്ളത്. കാരണം അവരുടെ ഉൾപ്പെടെ അവർക്ക് അപ്പുറത്ത് നിന്ന്, അതായത് ആ കാണുന്ന സ്ഥലത്ത് നിന്ന് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. ആ കാണുന്നതാണ് റോഡ്, ഇപ്പുറത്ത് ആ വീടിൻ്റെ സ്ഥലമാണ്. അവിടെ ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്. അതിന് ഇപ്പുറത്തേക്കുള്ളതായിരുന്നു റോഡ്. ആ റോഡ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെ ഏകദേശം ഒരു 5ഓളം കുടുംബങ്ങളുടെ വഴി പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. ഇതിനെതിരെ ഇവിടുത്തെ പ്രദേശവാസികൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങൾ ഒഴികെ പ്രതിഷേധങ്ങൾ അടക്കം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതാണ്. എന്നിട്ട് പോലും ഇവർ ഇവിടെ ഈ അനധികൃത പണി ഇവിടെ നടത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഈ പണി നടത്തിയതാണ് ഇത്രയും വലിയ ഒരു അപകടത്തിനും ഒരു ഇതര സംസ്ഥാനക്കാരൻ്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന സ്ഥിതിയിലേക്കും എത്തിച്ചത്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിലേക്ക് കാണുന്ന ആദ്യ വീട്, ആ വീടിൻ്റെ മുമ്പിലെ വഴിയാണ് പൂർണ്ണമായിട്ടും ഇല്ലാതായത്. അത് ഈ കാണുന്ന അമ്മയുടെയാണ്. ഈ സംഭവം നടക്കുമ്പോൾ അമ്മയുണ്ടോ? ഓ, എന്താ ഞാൻ പുറത്ത് അപ്പുറത്തേനി ഒച്ച കേട്ടിട്ട് ഞാൻ ചാദ്യം ഇടി വെട്ടുകയാണ്. അപ്പം പുറത്തുനിന്ന് വന്നു നോക്കുമ്പോഴാ ഇതാണ് ഇടി വെട്ടുന്നത്. അപ്പൊ ഞാൻ ഉറക്കാൻ നലോളിച്ചുവിട്ടു. ചെറിയ മോയെ നലോളിച്ച് ഉറക്കത്തിന് കുട്ടി തളർന്നു പോയി നലോളിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും ഇത് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോ ഇവിടെ വന്നപ്പോഴും അത് തന്നെ ഒച്ച. ഞങ്ങളിപ്പോ 4 ആളല്ലേ, മോളും മോളുണ്ടായിനി. എന്റെ ആങ്ങളുടെ മോളുണ്ട്. മോളും ഞാനും മോനും ചെറിയ കുഞ്ഞു. പേടിച്ച് പോയാന്ന് ചോദിച്ചാ പേടിച്ച്. ഇങ്ങനെ ഇവിടെ ഒരു പണി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടല്ലേ? അതിന്റെ പരാതിയൊന്നും കൊടുത്തില്ലായിരുന്നു? ഓ, വീടിന്റെ ഓണർ വന്നപ്പോ ഓലോട് പറയൊക്കെ ചെയ്തതാ. വീടിന്റെ ഉള്ളൊക്കെ പൊട്ടി കീറി കിടക്കുക. അവ ചെറിയ മോൻ ഇവരെ വിളിച്ചിങ്ങനെ കളിക്കുക ഈ ജനല് തുറന്നാല്. അപ്പൊ ഞങ്ങള് പറയും, മോനെ അവിടെ നിക്കല്ലേ, മോൻ അവിടെ തന്നെ ആന്റിയെ ആന്റിയെന്ന് പറഞ്ഞിട്ട് വില വെച്ച് വിളിക്കും. നമുക്ക് കാണാം ആ ഒരു പൊട്ടല്. ആ വീട് ഏകദേശം ഒരു തകർന്ന മട്ടും കൂടിയാണ്. കാരണം വീടിനോട് ഏകദേശം ഇനി ഒരു 1 മീറ്റർ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ അടുത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇനി ഈ വീട് വാസയോഗ്യമല്ല എന്ന് തന്നെ വേണം പറയാൻ. പൂർണ്ണമായും നിയമലംഘനം നടത്തിയാണ് ഇവിടെ ഈ നിർമ്മാണം നടന്നത്. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിലൂടെ നഷ്ടമായത് ഏകദേശം 8ഓളം കുടുംബങ്ങളുടെ വഴിയാണ്. ഏതായാലും അധികാരികൾ കൃത്യമായ രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരു ജീവൻ പൊലിയില്ലായിരുന്നു. വിനോദ് മുറാരയ്ക്കും ഷിജിൻ നിരപ്പറ്റയ്ക്കുമൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.